ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പം എല്ലായിടത്തും ട്രെൻഡായി കൊടുക്കുന്ന റോസ്മേരിൻ്റെ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ റോസ്മേരിൻ്റെ ലീഫ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി നോക്കാം. അതിന് ഒരു 2 ടീസ്പൂൺ റോസ്മേരിൻ്റെ ലീഫ് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇതുപോലെ തന്നെ 2 ടീസ്പൂൺ തന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ആണ് ഞാൻ എടുക്കുന്നത്. ആ 2 ഗ്ലാസ് വെള്ളം നമ്മൾ കുറുക്കിയിട്ട് ഒരു ഗ്ലാസ്സാക്കി നല്ലോണം തിളപ്പിച്ച് ആറ്റി ഒരു കുപ്പിയിലാക്കി എടുത്ത് നമുക്ക് സ്പ്രേ ചെയ്യാമെന്ന് വേണ്ടത്. അപ്പം മുടി വളർച്ചക്കെല്ലാം വളരെ നല്ലതാണെന്ന് കേട്ടുകൊണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ ഒരുപാട് കറിവേപ്പിലുണ്ട്. ഞാൻ ഏകദേശം രാത്രി ആകുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് രാത്രിയിലെ വീഡിയോ ആണ്. അപ്പം കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മുടിയിലൊക്കെ നല്ല വൃത്തിക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഏതായാലും രാത്രിയിലാണ് ഒരു പരിപാടിയെല്ലാം നോക്കുന്നത്. അങ്ങനെ കുറച്ചധികം കറിവേപ്പില ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് എടുക്കാം. എന്നിട്ട് 2 ഗ്ലാസ്സിലെ വെള്ളം 1 ഗ്ലാസ്സാക്കി കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബോട്ടിലും കൂടി കിട്ടുന്നുണ്ട്. റോസ്മേരിൻ്റെ ലീഫ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബോട്ടിലും കിട്ടുന്നുണ്ട്. അതിന് 2 അടപ്പായില്ലത്. ഒന്ന് ഈ ഒരു രീതിയിലുള്ളതാണ്. ഇതിങ്ങനെ സ്കാൽപ്പിലേക്ക് നല്ല ഇങ്ങനെ വാർന്നതിൻ്റെ സ്കാൽപ്പിലേക്ക് നല്ലോണം ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ടൈപ്പ് ഉള്ളത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ നല്ലൊരു യൂസ്ഫുള്ളായിട്ടാണ് ഈ 2 എനിക്ക് മാറി മാറി ഉപയോഗിക്കാൻ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ടാണ്. ഇതാ നമുക്ക് സ്പ്രേ ചെയ്യേണ്ട ടൈപ്പില്ലതാണ്. നമുക്ക് ഈ ബോട്ടിൽ നിറച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. ഇത് ഞാൻ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ച് റോസ്മേരിൻ്റെ ലീഫ് അതുപോലെ തന്നെ കറിവേപ്പില ഉലുവ ഇത് 3 ചേർത്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കത് നല്ലോണം തണിയാൻ വേണ്ടി വെച്ചേക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നോ രാവിലെ എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു. കുളിയെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് രാവിലെ തല കുളിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം തല ഞാനൊന്നും കുളിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതുപോലെ സ്കാൽപ്പിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല സ്കാൽപ്പിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ കൈ കൊണ്ട് തേക്കുമ്പോൾ ഒന്നും ഇത്രയും നല്ല രീതിയിലാവില്ല. നമ്മൾ ചീർപ്പുകൊണ്ട് മുടി എങ്ങനെയാണെന്ന് വരുന്ന ആ ഒരു രീതിയിലേക്ക് ആകുമ്പോൾ നല്ല സ്കാൽപ്പിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലാം നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് ഇത് കണ്ടോ. അപ്പോൾ ശരിക്കും നമുക്കിങ്ങനെ കുറച്ച് ബോട്ടിലിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഇതിലേക്ക് നല്ലോണം പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റേതും കൂടി ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട്. 2 രീതിയിലും നല്ല ഉപകാരപ്പെടുന്ന രീതിയാണെന്ന് രണ്ടും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മുടിയൊക്കെ മാറ്റി നല്ല സ്കാൽപ്പിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ സ്പ്രേ ചെയ്താൽ മതി. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി 2 മാറ്റി ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചധികം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ റോസ്മേരിൻ്റെ വാട്ടർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ബോട്ടിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാലും മതി. അതല്ലാതെ നമുക്ക് കുറേശ്ശെ ഇതുപോലെ ആക്കി എടുത്താലും മതി. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ മോള് കൈ കൊണ്ടെല്ലാം ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ മുടിയെല്ലാം ഇതുപോലെ റെഡിയാക്കി കെട്ടി വെച്ചു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ.